വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, സ്വിറ്റ്സർലാൻഡിൽ സമാധാന കരാർ ഒപ്പിട്ടതിന് ശേഷം ഇറാനും അമേരിക്കയും ഒരു സമാധാനത്തിൽ എത്തിയിരുന്നു. ഇറാനും അമേരിക്കയും സമാധാനത്തിൽ എത്തിയതിന് ശേഷം വലിയ രീതിയിലുള്ള നെഗോസിയേഷനും കാര്യങ്ങളിലേക്ക് പിന്നീടുള്ള യുദ്ധത്തിന്റെ അലയൊലികൾ മാറി. ഇനിയിപ്പോ വലിയൊരു അടിയൊന്നും കാണില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലും ലബനനും സമാധാന കരാറിൽ ഒപ്പിട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ വലിയ താക്കീതോടുകൂടിയാണ് ലബനന് സമാധാന കരാർ ഒപ്പിട്ട് കൊടുത്തത്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനി മിച്ചമുള്ളത് എന്താണ് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഈ ഇറാന് അമേരിക്കയും മറ്റു ലോകരാഷ്ട്രങ്ങളും കൊടുക്കാനുള്ള പണമാണ്. ഈ $12 ബില്യൺ അമേരിക്ക ഇറാന് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോ അമേരിക്ക അത് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് മാത്രമല്ല, അമേരിക്ക പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് ഗോതമ്പും മറ്റു സാമഗ്രികളും ഒക്കെ നിങ്ങൾ വാങ്ങിച്ചോ, നമ്മൾ അതിൽ ഈടായിക്കോളാം എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ കാഞ്ഞബുദ്ധി, ആ അടവ് കയ്യിലിരിക്കട്ടെ എന്ന് ഇറാന് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രംപ് അത് കടുപ്പിച്ചു പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി വലിയൊരു ആക്രമണം അമേരിക്ക ഇറാൻ നേരെ നടത്തി. അതിനു മുമ്പേ ഇറാൻ ഒരു ആക്രമണം ഇങ്ങോട്ട് നടത്തി. അത് ഇറാൻ തന്നെയാണ് ആ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇപ്പൊ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നു. ഇറാൻ ഇപ്പോ പഴയ പോലെ അല്ല. ഇറാൻ ഇപ്പോ ആക്രമണം വീണ്ടും വീണ്ടും തുടരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമാധാന കരാറിന് ശേഷം. അതുകൊണ്ട് അമേരിക്ക ഇന്നലെ തിരിച്ചടിച്ചു. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധജ്വാലകൾ അതുകൊണ്ട് വീണ്ടും കത്തി അമരുകയാണ് എന്നുള്ള വാർത്തകൾ വീണ്ടും പുറത്തു വന്നു. വെള്ളിയാഴ്ച അമേരിക്ക ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്യമിട്ടത്. എന്തായാലും അമേരിക്ക എപ്പോൾ തിരിച്ചടിക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഉടൻ അറിയാൻ സാധിക്കുമെന്നാണ് ഇറാന്റെ ആക്രമണത്തിന് ശേഷം ട്രംപ് പറഞ്ഞത്. ഇറാനെതിരായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ US സൈന്യം ഇറാനിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിയൻ മിസൈൽ ഡ്രോൺ സംഭരണശാല, തീരദേശ റഡാർ സൈറ്റുകൾ എന്നിവയാണ് നശിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സമാധാനമായി, എല്ലാം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യയും മറ്റുള്ള ലോകരാഷ്ട്രങ്ങളും എല്ലാം ഒരുവിധം ഹാപ്പിയിലായി മാറിക്കൊണ്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും എന്തിനാണ് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പോരടിക്കുന്നത്? അപ്പൊ യുദ്ധം യഥാർത്ഥത്തിൽ തീർന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ സമാധാന ചർച്ച? കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇറാൻ സമാധാന കരാർ ലംഘിച്ചു എന്നാണ് പറഞ്ഞത്. വെടിനിർത്തൽ ഇറാൻ ലംഘിച്ചു, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചടിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് എന്ന് തീരും? എന്തായിരിക്കും ഇതിന്റെ ഭാവിയിലുള്ള കാര്യങ്ങൾ? അത് ഇനിയിങ്ങനെ വർഷങ്ങളോളം ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമോ? ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഇത് ആത്യന്തികമായിട്ട് അവസാനിക്കണമെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇതിനകത്ത് ഇല്ലെങ്കിലും ഇപ്പൊ ഈ സമാധാന കരാർ വന്നെങ്കിലും ഇന്ത്യ അടക്കം എത്രത്തോളം അവിടുന്ന് എണ്ണ എടുക്കും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഒരു വലിയ വാർത്ത കൂടി ഇതിന്റെ ഒപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വാർത്ത കൂടി വരുന്നുണ്ട്. കാരണം അതുവഴി ചരക്കെത്തിക്കുന്ന കപ്പലുകൾക്ക് അവരിപ്പോ 9 മടങ്ങ് അവരുടെ പൈസ കൂട്ടിയിട്ടുണ്ട്. അതായത് മുമ്പ് 100 രൂപയ്ക്ക് ഈ എണ്ണ കൊണ്ടുവന്നിരുന്ന കപ്പലുകളെല്ലാം ഇപ്പോൾ 900 രൂപയ്ക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യ കണക്കുള്ള രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ മുമ്പ് ഇതിന് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പ് ഈ റഷ്യയുടെ ഉപരോധങ്ങളും മറ്റും വന്നു കഴിഞ്ഞപ്പോൾ റഷ്യൻ ഷിപ്പുകൾക്ക്, അതുപോലെ ഇന്ത്യയുടെ സ്വന്തം ഷിപ്പുകളില്ല. നമുക്ക് വളരെ കുറച്ച് ഷിപ്പുകൾ മാത്രമേ ഉള്ളൂ ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ. ബാക്കിയൊക്കെ നമ്മൾ റെന്റിനെടുക്കുന്ന, നമ്മൾ ഈ ടാങ്കർ ലോറി വാടകയ്ക്ക് എടുത്ത് പോകുന്ന പോലത്തെ പരിപാടി തന്നെയാണ്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഷിപ്പുകൾക്കൊക്കെ റഷ്യയിൽ കൊണ്ടുവരുന്നതിന് 10% വാടക കൂട്ടിയിരുന്നവർ. കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് അവരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഈ ഷിപ്പിംഗ് കമ്പനികളെ. കാരണം ഈ കാറ്റുള്ളപ്പോഴേ തൂറ്റാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ നല്ലൊരു ചാകരക്കോളാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ ഈ സമയത്ത് മാക്സിമം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന്റെ ഇടയ്ക്ക് ഇൻഷുറൻസ് കമ്പനികളൂടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അവർ ഒരു പണി ഒപ്പിച്ചു വെച്ചു. അവർ 5 ഇരട്ടി പൈസയാണ് ചോദിച്ചത്. അങ്ങനെ ഈ 2 റിസ്ക്കും കൂടി ഇപ്പൊ ഇവിടെ എല്ലാവരും ചോദിക്കുന്നില്ലേ, യുദ്ധം ഇന്നലെ അല്ലേ തുടങ്ങിയത്, പിന്നെ എണ്ണയ്ക്ക് എങ്ങനെയാണ് വില കൂടുന്നത്? കാരണം ഇത് കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ഇന്ത്യൻ കമ്പനികൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇത്. അതായത് ഈ 100 രൂപ പിന്നെ ഈ ഷിപ്പിന്റെ വാടക, 50 രൂപ ഇൻഷുറൻസ് എന്ന് വിചാരിക്കുക. ഇത് 5% ഇൻഷുറൻസ് കൂടുമ്പോൾ എത്രയായി? 250 രൂപയായി. 100 രൂപ എന്നുള്ളത് 10% അല്ല 10 ഇരട്ടി വർദ്ധിക്കുമ്പോൾ എത്രയായി? 1000 ആയി. അപ്പോൾ 1250 രൂപ, 150 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 1250 രൂപ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഹോർമുസിലെ കാര്യങ്ങൾ പോകുന്നത്. അവിടുന്ന് ഇപ്പൊ ഷിപ്പിംഗ് കമ്പനി എല്ലാം പൈസ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇന്ത്യക്കൊക്കെ എത്രത്തോളം അതിന്റെ പ്രത്യേകത. ഇല്ലെങ്കിൽ പിന്നെ ആ എണ്ണ കൊണ്ടിരുന്നതിന്, ഇപ്പൊ നമ്മൾ എണ്ണ എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ എണ്ണ കൊണ്ടിരുന്നതിന് വേണ്ടി ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇറാനും ഒക്കെ എണ്ണ വില ഭയങ്കരമായിട്ട് കുറയ്ക്കണം. നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന നഷ്ടം ഇവിടെ മേക്കപ്പ് ചെയ്യണ്ടേ ഇതിനകത്ത്. അപ്പോൾ അവർ പറയുകയാണ്, ശരി നിങ്ങൾക്കൊരു അവിടെ ഉണ്ടാകുന്ന നഷ്ടം ഒരു 5 രൂപ കുറച്ച് തരാം, ഇല്ല 10 രൂപ കുറച്ച്. ഇതായിരുന്നു റഷ്യ ചെയ്തുകൊണ്ടിരുന്നത്. 10 രൂപ കുറച്ച് തരാം. ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാലേ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇന്നലെ ഈ വാണിജ്യ കപ്പൽ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഹോർമിസ് ആണ് മെയിൻ പ്രശ്നം. ഇത് ആരാണ് ഇതിന്റെ ലീഡർ എന്നുള്ളതാണ്. ഇതിൽ അമേരിക്കയും ഒമാനും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു റൂട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ റൂട്ടിൽ കൂടെ വരുന്ന കപ്പലുകളെ ഇറാൻ പറഞ്ഞു ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ വരയ്ക്കുന്ന റൂട്ടിൽ കൂടെയാണ് വരേണ്ടത്.
കാരണം ആ ഒരു റൂട്ടിൽ കൂടെ പോകാൻ കപ്പലുകൾ ഭയക്കുന്നതിന് കാര്യം മറ്റൊന്നുമല്ല. അങ്ങനെ ഒരു റൂട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇറാൻ പിന്നീട് അവിടെ ടോളുകൾ വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അന്താരാഷ്ട്ര ഈ റൂട്ടിൽ കൂടെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ അമേരിക്കയുടെ വാക്കും കേട്ട് ഒരു വാണിജ്യ കപ്പല്, ഈ എണ്ണ കയറ്റിക്കൊണ്ട് പോയൊരു കപ്പല് പോവുകയും ഈ കപ്പലിൽ നിന്നൊക്കെ 4ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യുകയുമായിരുന്നു ഉണ്ടായത്. സ്വാഭാവികമായി ഇത് അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ്. കാരണം അവര് സപ്പോർട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ അവരുടെ വാക്കും കേട്ട് അതുവഴി പോയൊരു കപ്പലാണ് ആക്രമണത്തിനിരയായി. തിരിച്ചടി അവരോടൊപ്പം തന്നെ കൊടുക്കുകയും ചെയ്തു. ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം കൊണ്ട് ഒരു മിസൈലും കാര്യങ്ങളും വിട്ടു. ഇറാൻ പറയുന്നത് ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്, അമേരിക്കയുടെ വ്യോമത്താവളങ്ങളെല്ലാം ഞങ്ങൾ ബോംബിട്ടിട്ടുണ്ട്, ഞങ്ങൾ തകർത്തിട്ടുണ്ട്. എവിടൊക്കെയാണ് അത് നാശനഷ്ടം വരുത്തിയെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷെ വരും മണിക്കൂറിൽ അതിന്റെ അവർ പറയുമായിരിക്കും എവിടൊക്കെയാണ് ഞങ്ങൾ ഇത് ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഏതായാലും വീണ്ടും ഇത് നമ്മൾ ഈ യുദ്ധം അവസാനിച്ചതായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ ആ സമാധാന കരാർ ഒപ്പിടാൻ പോകുന്ന അന്നത്തെ നമ്മുടെ തലക്കെട്ട് തുടരുമെന്ന് തന്നെയായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്മാരിങ്ങനെ കൊണ്ടും കൊടുത്തും ഇതിങ്ങനെ മുമ്പോട്ട് പോകും. ഇവിടെ ധനുഷ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തി, ഇത് എന്ന് തീരുമെന്ന് ചോദിച്ചാൽ, ഇത് തീരണമെന്നുണ്ടെങ്കിൽ ഈ ലോകാവസാനം വരെ തീരാൻ പറ്റില്ല. കാരണം ഇവരുടെ രണ്ടു കൂട്ടരുടെ ഡിമാൻഡുകൾ അങ്ങനത്തേതാണ്. ഈ ഡിമാൻഡുകളെല്ലാം കൂടെ അംഗീകരിച്ച് ശാശ്വത സമാധാനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ തോന്നിയിരിക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അതൊരു സുവർണാവസരമായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മറ്റൊരു രാജ്യം കാണുന്നത്. അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയല്ലോ. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ അത് വലിയ രീതിയിൽ യുദ്ധമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു, അതിങ്ങനെ നടക്കുന്നു. അമേരിക്ക വലിയ രീതിയിൽ യുക്രൈൻ ആയുധങ്ങൾ കൊടുക്കുന്നു, അമേരിക്ക വലിയ രീതിയിൽ പിന്നണിയിൽ നിന്ന് കളിക്കുന്നു, യൂറോപ്പ് കളിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക പൊടുന്നനെ ഇറാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അത് വലിയൊരു മണ്ടത്തരമായിരുന്നു. കാരണം ഈ റഷ്യക്ക് അത് വലിയൊരു സഹായകരമായി എന്നുള്ളതാണ്. കാരണം റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക വേറൊരു യുദ്ധമുന്നണിയിൽ കുടുങ്ങിക്കിടക്കുന്നത് റഷ്യക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്കയുടെ ഈ യുദ്ധത്തിന്റെ മൊത്തം ചെലവെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് 4.5 ലക്ഷം കോടി രൂപയാണ്. 4.5 ലക്ഷം കോടി അത് കടമാണ്. അങ്ങനെയാണ് ഈ യുദ്ധം അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമേരിക്ക ഈ യുദ്ധമുന്നണിയിൽ നിൽക്കുന്നു. സമാധാന കരാർ ഒപ്പിട്ടിട്ടും ഇറാനാണ് അങ്ങോട്ടേക്ക് ആക്രമിക്കുന്നത്. അമേരിക്കയല്ല ആക്രമിക്കുന്നത്, ഇറാൻ അങ്ങോട്ടേക്ക് ആക്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇറാന്റെ പിന്നിൽ റഷ്യയാണ് എന്ന് പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പല ഇൻസ്റ്റൻസസും ഈ യുദ്ധത്തിൽ നമ്മൾക്ക് പല തെളിവുകളോടുകൂടി പല രാജ്യങ്ങളും പുറത്തു വിട്ടിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, റഷ്യ യുക്രൈൻ യുദ്ധത്തിനൊരു തീരുമാനം ഉണ്ടായാൽ ഈ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റിന് ഒരു തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു തീരുമാനം, ആ യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഇറാൻ അടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ന്യായമായിട്ടുള്ള ഒരു സംശയം. ഇത് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്നതാണ്. ധനുഷ് ചിന്തിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അമേരിക്ക ചിന്തിച്ചത്. അതായത് ധനുഷ് ചോദിച്ചില്ലേ ഇപ്പൊ യുദ്ധത്തിന് അമേരിക്ക എന്തിനാ ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളത്. പക്ഷെ അമേരിക്ക ചിന്തിച്ചത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മറ്റൊരു തരത്തിലായിരിക്കും. കാരണം റഷ്യ കുടുങ്ങി കിടക്കുകയാണല്ലോ, റഷ്യ ആണല്ലോ ഇറാന്റെ ഒരു വലം കൈയായിട്ടിരിക്കുന്നത്. ആ റഷ്യ ഉക്രൈനിൽ കുടുങ്ങി കിടക്കുന്നു. ഈ അവസരത്തിൽ തന്നെ ഇറാനെ ആക്രമിച്ച് ഇപ്പൊ തന്നെ ശരിപ്പെടുത്തി കളയാമെന്ന് ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. കാരണം റഷ്യ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുമല്ലോ. ഇത് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് വെച്ചാണ്. ഇതേ തിയറി തന്നെയാണ് പുടിൻ ഇപ്പൊ തിരിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. കറക്റ്റാണ്. പുടിൻ ഇപ്പൊ ചിന്തിക്കുന്നു, ശരി എന്നാ പിന്നെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ, നാറ്റോ രാജ്യങ്ങളെ, അമേരിക്കയും ഒരിടത്ത് കുരുക്കിയിടാം. നമ്മളത് പണ്ട് പറഞ്ഞിരുന്ന കാര്യം തന്നെയാണത്, കുടുക്കിയിടുക എന്നുള്ളതാണ്. അതായത് ഒരു അമേരിക്കയ്ക്ക് അങ്ങോട്ടേക്ക് ഉക്രൈന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കൊടുക്കാതിരിക്കും, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ. കാരണം ഇപ്പോൾ ഈ സെലൻസ്കി അടിക്കുന്ന അടി മുഴുവൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് G7 ഉച്ചകോടിക്ക് ശേഷമാണ് ഈ ബലം കിട്ടിയിരിക്കുന്നത് സെലൻസ്കിക്ക്. അത് മാത്രമല്ല അമേരിക്ക പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പ് നടത്താൻ. അപ്പൊ സെലൻസ്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ 40 ദിവസം നിരന്തരം റഷ്യ അടിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ വന്നാൽ പുടിൻ ഈ ടേബിളിലേക്ക് വരും, മീറ്റിംഗിന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വരും എന്നുള്ളതാണ് സെലൻസ്കി ആലോചിക്കുന്ന കേസ്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇറാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഹോർമുസിൽ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ക്ലാഷ് മാത്രമല്ല അവിടെ, ഹോർമുസ് കടലെടുക്ക് ബന്ധാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്ലോക്ക് ആകുകയാണെങ്കിൽ വീണ്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും അടക്കം വീണ്ടും പ്രതിസന്ധി വരും. ഈ എണ്ണയാണല്ലോ വേണ്ടത് മെയിനായിട്ട്. അപ്പൊ എല്ലാവരുടെയും കൂടെ ശ്രദ്ധ എങ്ങോട്ട് പോകും? എണ്ണയും പിണ്ണാക്കും മേടിക്കാണ്ട് പല വഴിക്ക് ഓടേണ്ടി വരും. അപ്പോഴത്തേനും കോൺസെൻട്രേഷൻ അവിടെ തീരും. ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ലോകം മുഴുവൻ, ഈ അരക്ഷിതാവസ്ഥ എന്ന് അതിന് പറയുന്നത്, ലോകത്തെല്ലായിടത്തും ഇങ്ങനെ അരക്ഷിതാവസ്ഥ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോ അടുത്തത് എന്താണ് എന്നറിയില്ല. പക്ഷെ ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ഇപ്പൊ നടന്ന വെടിനിർത്തലും
അപ്പം തന്നെ അവരുടെ കുറച്ച് ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചു. കാരണം അവരുടെ എണ്ണ വിൽക്കാൻ കഴിയും, അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന തടഞ്ഞു വെക്കപ്പെട്ട അവരുടെ തുക കുറച്ച് നൽകാം, 30% നൽകാം എന്നൊക്കെ അഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് ഇറാൻ ഒതുങ്ങുന്നതായിരുന്നു കുറച്ചുകൂടെ ബുദ്ധി. ഇതിപ്പോ വീണ്ടും അറ്റാക്കിലേക്ക് പോവുകയും ഹോർമുസിന്റെ ഈ അധികാരം ഇറാൻ പിടിച്ചെടുക്കുന്നതിനോട് ഒരു രാജ്യവും അംഗീകരിക്കുന്നില്ല. കാരണം ഒരു ഇന്റർനാഷണൽ ലോയ്ക്ക് വിരുദ്ധമാണത്. ഇന്റർനാഷണൽ ലോയുടെ നിയമം പറയുന്നത് എല്ലാ കടലിടുക്കളും വ്യാപാരപാതയ്ക്കായി എല്ലാവർക്കും തുല്യമായി അവകാശപ്പെടുന്നതാണത്. അതായത് ആരുടെയും കഞ്ഞുകൂടി മുട്ടിക്കുന്ന ഒരു രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴാണ് ഇറാൻ അവിടെ അവരുടേതായ ഒരു രീതിയിലേക്ക് പോകുന്നതിനോട് ഇന്ത്യയും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആരും യോജിക്കത്തില്ല. കാരണം എല്ലാവർക്കും അതുപോലെ എണ്ണം ഉണ്ടോ, കടലെടുക്കാണ്, നാച്ചുറൽ സാധനമാണ്, അത് ഇവന്മാരുണ്ടാക്കിയതല്ലത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് GCC രാജ്യങ്ങളിൽ ഇതെല്ലാം എണ്ണ കൊണ്ടുള്ള ഒരു വഴിയാണ്. അപ്പൊ പിന്നെ അത് ഒരാളുടെ കസ്റ്റഡി മാത്രം വെക്കുകയും അയാൾ അതിൽ ടോള് വെക്കുക, എന്നിട്ട് ഇറാൻ വെച്ചിരിക്കുന്ന ഡിമാൻഡുകളൊക്കെ ഭയങ്കര വിചിത്രമാണ്. ഇറാൻ പറയുന്നത് ഞങ്ങൾ കൊടുക്കും ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കൻ കമ്പനികളുടെ ഇൻഷുറൻസ് മാത്രമേ ഈ ഷിപ്പുകൾ എടുക്കാറുള്ളൂ. ഇന്ത്യ ഇപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ കമ്പനികളും ബാങ്കുകളും ഒക്കെ ഇൻഷുറൻസ് കൊടുക്കാൻ തക്ക പരുവത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ റഷ്യക്കൊക്കെ പോകുന്ന ഷിപ്പുകൾക്ക് വേണ്ടിയിട്ട്. അത് മാത്രമേ എടുക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സുരക്ഷാ ചെലവെന്ന് പറഞ്ഞൊരു ചെലവ് വേറെ തരണം, ഇത് കൂടാതെ ടോള് തരണം. അപ്പൊ എത്ര രൂപ പോകും? ഒരു എണ്ണ അടിക്കാൻ പോകുന്നവന് എത്ര രൂപ വരും? ഈ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ഈ ഛത്തീസ്ഗഡില്, ഈ ജാർഖണ്ഡിലൊക്കെ, ഈ ബംഗാളിലുമൊക്കെ ഈ ട്രക്ക് ഡ്രൈവർമാർ പോകും. ഈ ട്രക്ക് ഡ്രൈവർമാർ പോകുമ്പോൾ വഴിനീള ഗ്രാമീണരുടെ പിരിവുണ്ട്. വലിയ വടിയും കമ്പൊക്കെ ആയിട്ട് ഈ ലോറി തടയും. ലോറി തടഞ്ഞിട്ട് 20 രൂപ കൊടുത്താൽ മതി, 20-10. ഇവിടുന്ന് അങ്ങോട്ട് ഈ വണ്ടി വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാർട്ടിക്കാർ തടയും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ചെറിയ ചരക്ക് കൊടുത്തിട്ട് ഇവൻ ആസാമിലേക്കോ ഇല്ലെ മറ്റെവിടെങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ വഴിനീള ഒരു 100,000 പിന്നെ പൈസ നമ്മളിങ്ങനെ ഇടക്കിടക്ക് കൊടുക്കണം. മുമ്പ് നമ്മുടെയും ഈ ചെക്ക് പോസ്റ്റുകളൊക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഈ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഇടങ്ങളിലൂടെ ട്രക്ക് ഡ്രൈവർമാരുടെ വാങ്ങും. പക്ഷെ നോർത്തിൽ ഇത് വളരെ കൂടുതലായിരുന്നു, UP-യിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ അന്യം നിന്ന് പോയി. ബംഗാളിലെ എടുത്ത് കളഞ്ഞതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ ചാനലിൽ, അവിടെ പിന്നെ തൃണമൂൽ കോൺഗ്രസ്സുകാരായിരുന്നു. ജാർഖണ്ഡിലും മറ്റും അങ്ങനെയല്ല, ഈ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളടക്കമുള്ളവരാ. അത് നമ്മുടെ ലോറി ഡ്രൈവർമാർ ഒരുപാട് പേര് അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവര് എടുത്ത് വെച്ചേക്കുക പൈസ 20 രൂപ, 50 രൂപ, 100 രൂപ എന്ന് പറഞ്ഞ് വരുന്നു, എടുത്തു കൊടുക്കുന്നു, പോകുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേ സമാന രീതി തന്നെയാണ് ഹോർമുസിൽ നടക്കാൻ പോകുന്നത്. അപ്പം ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ റിസ്ക് ആണ്. എങ്ങനെ എത്തിക്കും സേഫായിട്ട്? ഒരു ഉറപ്പും ആർക്കും ഇല്ല. ഇതിപ്പം ഇറാൻ പറയുന്നത് അമേരിക്കയാണ് ഡ്രോൺ ആക്രമിക്കുന്നത്. അമേരിക്ക തുടർന്ന് ഇവരെ ഏത് ആക്രമിച്ചാലും വന്നു വീഴുന്നത് നമ്മുടെ എണ്ണ കൊണ്ടുവരുന്നതിനകത്താണല്ലോ. ഓർമ്മയില്ലേ, നമ്മുടെ ഒരു ഷിപ്പ് ആക്രമിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ മരിച്ചപ്പോ എന്താ ഇറാൻ പറഞ്ഞത്? ഞങ്ങളല്ല, അമേരിക്കയാണ്. അമേരിക്ക പറഞ്ഞത് ഞങ്ങളല്ല, ഇവന്മാരാണ്. ആരായാലും നഷ്ടപ്പെട്ടത് നമ്മുടെ ഒരു പൗരനല്ലേ. ഇതൊക്കെയാണ് ഇതിനകത്തെ കാര്യം. അപ്പൊ പറഞ്ഞ സുടുക്കൾ പറയുന്നു ട്രംപിനെ തെറി വിളിക്കാൻ, ട്രംപിനെ അനുകൂലിക്കുന്ന ഇവിടുത്തെ കിടക്കുന്ന ട്രംപ് അനുകൂലികൾ പറയുന്നു ഇറാനെ തെറി വിളിക്കാൻ. ഇതാണ് അവസ്ഥ. ഇവർ രണ്ടു കൂട്ടം പറഞ്ഞ് ഞങ്ങളല്ലെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ കലാപകലുഷിതമായ ഒരു സ്ഥലത്തൂടെ എണ്ണ കൊണ്ടിരിക്കുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഈ എണ്ണ പ്രതിസന്ധി തുടരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് മാറാനുള്ള സാധ്യത. നമ്മൾ അന്നും പറഞ്ഞു ഇതൊരു നീർക്കുമളയാണ്, ഇത് വെറുതെയാണ് ഈ സാധനം എന്നൊക്കെ. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്ക് ലെബനനുമായിട്ട് ചർച്ച നടന്നു കഴിഞ്ഞിരിക്കുന്നു, കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ആയിരുന്നല്ലോ വലിയ തലവേന, അവന്മാർ ഒപ്പിട്ടു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നൊരു ചോദ്യമാണ് വരുന്നത്. ഇനി ഇറാൻ ഇത് കൊണ്ടുപോകും. എനിക്കൊരു വേറൊരു സംശയമുള്ളത്, എനിക്ക് തോന്നുന്നു ഈ ഇറാന്റെ ഭരണകൂടത്തിനകത്ത് ഭിന്നത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഭരണകൂടവും സൈന്യവും രണ്ട് വഴിക്കാണോ സഞ്ചരിക്കുന്ന ഒരു സംശയമുണ്ട് ഇതിനകത്ത്. കാരണം സൈന്യവും മാത്രമല്ല, സൈന്യത്തിനകത്തുള്ള ഘടകങ്ങളും വേറെ വഴിക്ക് സഞ്ചരിക്കുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. കാരണം അവിടെ ഒരിടത്ത് ഇതിന്റെ ഒരു സമാധാനത്തിലേക്ക് വരുന്നു, ഇവിടെ വെടിപൊട്ടുന്നു. ഇവിടെ വെടിപൊട്ടുമ്പോൾ തന്നെ അവിടെ സമാധാന ചർച്ചയിലേക്ക് പോകും. ഇത് രണ്ടും ഒരു ഏകോപനമില്ലായ്മ ഉണ്ടോ എന്നൊരു സംശയം ഇതിനകത്തേക്കുണ്ട്. നമ്മൾ ഇടക്കാലത്ത് കേട്ടിരുന്നു അവിടെ സൈന്യം ഭരണത്തിൽ പിടിമുറുക്കിയെന്ന്. അത്തരത്തിലേക്കാണോ നീങ്ങുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് മിസ് ചെയ്യാതെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. കാരണം എന്താണ് അവിടെ നടന്നത് എന്നറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നൊരു സബ്ജക്ട് എടുത്തത്.